അങ്ങനെ ഇങ്ങനെ വിളിച്ച് സഹായം തേടാൻ വേണ്ടി അങ്ങനെ തെളിവുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട സഹാബാക്കൾ എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് സഹായം തേടിയില്ല? നമുക്ക് തോന്നുമ്പോഴെന്നല്ല അവർ തോന്നുന്നത്, തോന്നുമ്പോഴല്ല അവർ തോന്നുന്നത്. സഹാബത്ത് അവരൊക്കെ ഉണ്ടായി ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, റസൂലുള്ളാഹി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി എന്തുകൊണ്ട് സഹാബികൾ ഇപ്രകാരം ചെയ്തിട്ടില്ല എന്ന് അതൊരു അപ്രസക്തമായ ചോദ്യമാണ്. സഹാബികൾ എന്തുകൊണ്ട് ചെയ്തിട്ടില്ല എന്ന് സ്ഥിരപ്പെട്ടെങ്കിലല്ലേ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന്റെ പ്രസക്തിയൊന്നും ചെയ്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇതാ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ ഇബ്നു കസീർ തന്റെ അൽബിദായ വന്നിഹായ എന്ന ഗ്രന്ഥത്തിന്റെ 7ാമത്തെ വാല്യത്തിൽ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നു. 15ഓളം ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ച വിഷയമാണിത്. ഹാഫിദ് ഇബ്നു കസീർ തന്റെ അൽബിദായ വന്നിഹായ എന്ന ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ന്റെ കാലഘട്ടത്തിൽ രാജ്യം ഭൂഷമായ ഒരു ജലക്ഷാമം അനുഭവിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ഭൂഷമായ ജലക്ഷാമം സംഭവിക്കുന്നു. അപ്പോൾ എന്തുണ്ടായി? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ജനങ്ങൾക്ക് രൂക്ഷമായ ജലക്ഷാമം ഉണ്ടായപ്പോൾ ഒരു വ്യക്തി അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീരത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് പറയുന്നു, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ വഫാത്തായി, റസൂലുള്ള വഫാത്തായി, സിദ്ദീഖുള്ളവർ മരണം നടത്തി, മഹാൻ വഫാത്തായി, ഉമർ റളിയല്ലാഹു അൻഹു ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഹിജ്റ 18ാം വർഷത്തിലാണ്. എന്നിട്ടോ അതിൽ കാണാം അദ്ദേഹം റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങയുടെ ഉമ്മത്ത് സമുദായം വെള്ളമില്ലാതെ ഇവിടെ വിഷമിച്ചിരിക്കുന്നു നബിയേ. അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ വേണം. അതിനാവശ്യമായത് ഞങ്ങൾ ചെയ്യണം. അള്ളാഹുവിനോട് ഞങ്ങൾ മഴ തേടണമേ. വഫാത്തായ നബിയോട് വിളിച്ച് ചോദിക്കുകയാണ്. ആരാ ചോദിക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ എന്തുണ്ടായി? ചരിത്രം ദീർഘമാണ്, ഞാൻ പരത്തി പറയുന്നില്ല. അവസാനം എന്തുണ്ടായി? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന ഈ സംഭവത്തിൽ ദൃക്സാക്ഷിയായ മനുഷ്യൻ അല്പമൊന്ന് മയങ്ങി. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ ദർശിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മഴ ലഭിക്കും, നിങ്ങൾ ഉമറിനോട് എന്നെ ഒരു സലാം പോയി പറയണം, ഭരണത്തിൽ ചില പരിഷ്കരണങ്ങളൊക്കെ നടത്താൻ പറയണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഈ വ്യക്തി ചെല്ലുകയാണ്. എന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ, നമുക്ക് മഴയ്ക്ക് ക്ഷാമമായപ്പോ ഞാൻ റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫിൽ ചെന്നു, മഴ ആവശ്യപ്പെട്ടിട്ടുണ്ട്, നമുക്ക് മഴ ലഭിക്കുമെന്ന സന്തോഷ വാർത്ത റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ഭരണത്തിൽ പരിഷ്കരണങ്ങൾ നടത്താൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അസ്സലാമു അലൈക്കും എന്ന സലാമും പറഞ്ഞിട്ടുണ്ട്. ഇതങ്ങ് പറയുമ്പോൾ സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സഹോദരന്മാരെ, ഈ മനുഷ്യനോട് പറഞ്ഞു, മരണപ്പെട്ടുപോയ വ്യക്തികളോട്, മരണപ്പെട്ടുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, മരണപ്പെട്ടുപോയ നബി തങ്ങളോട് സഹായം ചോദിക്കൽ, മഴ ചോദിക്കൽ ശിർക്കാണ്. വേണ്ടി സഹായം തേടിയ കാര്യം പറയരുത്, വേറെ ഏതെങ്കിലും പറയണമെന്നാ പറഞ്ഞു. എന്നിട്ടും വേറെ കാര്യം ഒന്നുമില്ല. ലക്ഷത്തിൽ പരം സഹാബാക്കൾ ജീവിച്ച് പ്ലേഗ് രോഗം ബാധിച്ച് മരിച്ചവരുണ്ടായിരുന്നു, അസുഖങ്ങൾ പിടിച്ചവരുണ്ടായിരുന്നു. അവരാരും പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ പോയി ഒരു സഹായവും ജില്ലയെ സുഖപ്പെടുത്തണേ എന്ന് ചോദിച്ചതായിട്ട് ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും മനസ്സിലായി. ഇനി ഒരു തെളിവില്ലാന്ന് എന്റെ വേറൊരു ചോദ്യം അല്ല, വേറെ അങ്ങനെ അതായത് ഈ പറഞ്ഞതിനെ കുറിച്ച് മറുപടി വന്നിട്ട് അടുത്ത ചോദ്യം എപ്പോഴും ചോദിക്കാം. ഇൻഷാ അല്ലാഹ് സുബഹി വരെ ഈ പറഞ്ഞ് ഞങ്ങളങ്ങനെ തുടരും. ഇൻഷാ അല്ലാഹ് ഒരു കുഴപ്പമില്ലെങ്കിൽ, മറ്റു കുഴപ്പമൊന്നുമില്ലെങ്കിൽ. പക്ഷെ ഒരു കാര്യം എന്താണ്, നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞത് തനി വിഡ്ഢിത്തമാണ്, വിഡ്ഢിത്ത ചോദ്യമാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് എനിക്ക് പറയേണ്ടി വന്നില്ല. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. കാരണം എന്താ, ഞങ്ങൾ പറയുന്ന തെളിവ് ഇബ്രാഹിമിനെ പറങ്ങളെ ഇത് ഈ തെളിവും മറ്റേ തെളിവും ആ തെളിവ് ഇതൊന്നും പറയുന്നത് അതല്ലാത്തൊരു തെളിവ്, അത് എന്ത് ചോദ്യം? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറയാം, മറ്റേ നിങ്ങൾ ഖുർആനിലെ ഒമനവല്ലുണ്ട്, അത് ഓതരുത്, ഇൻഡസ്ട്രി അത് ഓതരുത്, മറ്റേത് ഓതരുത്, ഒന്നും അല്ലാത്ത പിന്നെ തെളിവല്ലാത്ത ഏത് തെളിവ്? ഞങ്ങൾ പറയുന്ന തെളിവാണ് ഞങ്ങൾക്കറിയാം, അത് നിങ്ങളല്ല പറയേണ്ടത്, ഞങ്ങളാ പറയാം. ഞങ്ങളെ തെളിവ് ഏതാണെന്ന് ഞങ്ങളാ പറയാം. ഏത് ഓതണം ഏതോതണ്ട ഞങ്ങൾക്കറിയാം, അത് ഞങ്ങൾ പറയേണ്ടവരാണ്. അത് ബാറോടെയല്ല, ഇസ്നാദുൻ സഹീഹുൻ, സ്ഥിരപ്പെട്ട സംഭവമാണ്. കഴിഞ്ഞു. ഇത് കണ്ടോ, ഇത് ആരാ? ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥമാണ്.
നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ്യയുടെ സ്വന്തം ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിലും ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ഒരുപാട് സംഭവങ്ങൾ, ഒന്നും രണ്ടുമല്ല, ഒരുപാട് സംഭവങ്ങളുണ്ട് ഇബ്നു തൈമിയ്യ പറയുന്നു. അപ്പൊ ആ ജാതി ഗുരുവായിട്ടൊന്നും പറയണ്ട, അതൊക്കെ ജനങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സമാധാനത്തിന് വേണ്ടി വേണമെങ്കിൽ അങ്ങനൊക്കെ പറയാം. ജനങ്ങളെല്ലാവരും കേൾക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ എന്നൊക്കെ നിങ്ങളെ മനസ്സമാധാനത്തിന് പറയാം. ജനങ്ങളെല്ലാവരും ഇത് കേൾക്കുന്നത് കൊണ്ട് തിരിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. സ്വഹാബത്തിന്റെ കാലത്ത് ഉമറും ഫാറൂഖിന്റെ കാലഘട്ടത്തിൽ ചെയ്ത ഈ പ്രവർത്തനം സ്വഹാബത്തിന്റെ കാലത്ത് നടന്നതാണ് എന്നത് ഞാനിവിടെ അർത്ഥസംഖ്യക്കിടമില്ലാത്ത വിധം പറഞ്ഞു. അത് പറയണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല. എന്തുകൊണ്ട് പറയണ്ട? അതിനെന്താ കുഴപ്പം? അതിന് പറയണം. അവിടെ